നാടൻ ശൈലിയിലുള്ള സംസാരവും അത്തരത്തിലുള്ള പ്രകൃതവും കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴ്പ്പെടുത്തിയ ഒരു പെൺകുട്ടി തന്നെയാണ് നമ്മുടെ കാവ്യ മാധവൻ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പലപ്പോഴും ഇത്തരത്തിൽ കാവ്യയുടെ വാർത്തകൾ ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരി പലതവണയായി തന്നെ വ്രതം നോറ്റതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ താരം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിരുവാതിര നക്ഷത്രക്കാരി ആയതുകൊണ്ട് തന്നെ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുമെന്ന് തന്നെയാണ് നേരത്തെയും ജാതകത്തിലുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ കാമദേവന് വ്രതമെടുക്കുന്ന ശീലം കാവ്യയ്ക്കുണ്ടായിരുന്നു. അത്തരത്തിൽ വ്രതം നോറ്റാണ് വിവാഹത്തിന് നല്ല രീതിയിലൊക്കെ പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി നല്ല ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് നീലേശ്വരംകാർ അല്ലെങ്കിൽ അത്തരം ചില ആചാരങ്ങൾക്ക് വിശ്വാസമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. കാവ്യയും അത്തരത്തിലൊക്കെ തന്നെയും പൂജകൾ ചെയ്തിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അത് ഇന്ന ആൾക്ക് വേണ്ടി എന്നല്ല, ആ പ്രായത്തിലെ ഒട്ടുമിക്ക പെൺകുട്ടികളും വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നൊരു പൂജയാണത്. നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല ആരോഗ്യമുള്ള ദാമ്പത്യ ജീവിതമായിരിക്കാൻ, അതിനൊക്കെ തന്നെയുമാണ് ഈ ഒരു പൂജ നടത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടത്തോടെ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആ വാർത്തയോട് കേൾക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ഒരു താരമായതുകൊണ്ടാണ് കാവ്യമാധവൻ്റെ വാർത്തകൾ പ്രേക്ഷകർ വളരെയധികം നന്നായി ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതിയും ഇപ്പോൾ നിൽക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിക്കുകയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രീതി കൂടി പിടിച്ചു പറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വളരെയധികം അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. കാവ്യയുടെ ഇഷ്ടം എല്ലാവർക്കും നന്നായി അറിയാം. കാവ്യയുടെ മുന്നത്തെ ദാമ്പത്യ ജീവിതവും എല്ലാവർക്കും അറിയാമായിരുന്നു. ആ തകർച്ചയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കാവ്യയ്ക്കൊരു പുതിയ ജീവൻ കിട്ടിയതും പഴയതുപോലെ കാവ്യ ജീവിക്കാൻ തുടങ്ങിയതുമെല്ലാം ദിലീപിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ്. ഒരു മകളെയും ദിലീപ് സ്വീകരിച്ച രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാവ്യയും ദിലീപിനെയും ഇപ്പോഴും ഏറ്റെടുക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത്. കാവ്യയോടും ദിലീപിനോടുമുള്ള സ്നേഹം പലപ്പോഴായി തന്നെ പ്രേക്ഷകർ പറയുകയും ചെയ്യാറുണ്ട്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരദമ്പതികളായി അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് കാവ്യയും ദിലീപും ശരിക്കും വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ ശരിക്കും വിവാഹിതരാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലം ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അത്രയേറെ സിനിമകളാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. അത്രയേറെ സിനിമകളിലായിരുന്നു അവർ ഹിറ്റ് ജോഡികൾ നൽകിയത്. ഒരു കാലത്ത് കാവ്യയും ദിലീപും നായികനായി എത്തിക്കഴിഞ്ഞാൽ സിനിമ വിജയിക്കും എന്നൊരു തോന്നൽ തന്നെ എല്ലാ സംവിധായകന്മാർക്കും പ്രൊഡ്യൂസർമാർക്കും ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു കാവ്യ ദിലീപ് ജോഡികളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്നുകൂടി നമ്മൾ പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.